ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. വിഷ്ണുട്ടാ, നല്ല രീതിയിൽ പേടിച്ചോ? ആ പേടി അല്പം മുമ്പ് വരെ ഉണ്ടായിരുന്നു. ഡോക്ടർ തനിക്ക് ബോധം വന്നു പറയുന്നവരാ. പക്ഷേ എനിക്ക് ആ പേടിയില്ലായിരുന്നു. അതെന്താ? മരണത്തെ തോൽപ്പിക്കാൻ എന്റെ കയ്യിലൊരു മന്ത്രം ഉണ്ടായിരുന്നു. എന്ത് മന്ത്രം? വിഷ്ണു എന്ന മന്ത്രം. അബോധ മനസ്സിലും ഞാനത് ഉരുവിട്ടുകൊണ്ടായിരിക്കും ഇവിടെ കിടന്നിട്ടുണ്ടാവുക. പിന്നെങ്ങനെയാ എന്നെ അവർക്ക് കൊണ്ടുപോകാൻ പറ്റുക? അതേ സംസാരിപ്പിക്കണമെന്ന് ഡോക്ടർ പറഞ്ഞേ. വിഷ്ണുവേട്ടനെ സംസാരിക്കാലോ, ഞാൻ കേട്ടിരിക്കാം. വേദനയുണ്ടോ? ഉണ്ടായിരുന്നോ? പക്ഷേ ഇപ്പോ അതൊന്നും അറിയുന്നേ ഇല്ല. അല്ല വിഷ്ണുവേട്ടാ, മക്കള് പുറത്തുണ്ട്. സത്യയും പപ്പയും ശാരദാമ്മയും ശ്യാമയും എല്ലാരും തന്റെ ഇപ്പോഴത്തെ കാര്യങ്ങൾ അറിയാൻ. എല്ലാവരും നന്നായി പേടിച്ചു. ഇവിടെ എല്ലാവരും കൂടെ നിൽക്കണ്ടെന്ന് പറ. ഇവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ടല്ലോ. പിന്നെ മോളെ ഇവിടെ നിർത്തണ്ട, വീട്ടിൽ കൊണ്ടുപോകണം. ശാരദാമ്മ പോകുമ്പോൾ അവർ രണ്ടുപേരും കൂടെ വിടാം. തൽക്കാലം ഞാനിവിടെ നിന്നാ മതിയല്ലോ. വിഷ്ണുവേട്ടൻ ഇവിടെ നിന്ന് അവിടെ സത്യാമ്മയുടെ അടുത്തും അച്ഛൻ്റെ അടുത്തും ആളുണ്ടാവില്ലല്ലോ. ഈ സമയം വിഷ്ണുവേട്ടൻ അവിടെ ഉണ്ടാവണ്ടേ? അതൊക്കെ അവർ നോക്കിക്കോളും. താനിപ്പോ അതൊന്നും ആലോചിക്കണ്ട. പിന്നെ അധികം സംസാരിക്കണ്ട. അങ്ങനെയാണെങ്കിൽ വിഷ്ണുവേട്ടൻ പൊയ്ക്കോ. വിഷ്ണുവേട്ടൻ ഇവിടെ ഇരുന്ന് ഞാൻ എന്തെങ്കിലും സംസാരിച്ചു പോവും. താനിങ്ങനെ കിടക്കുമ്പോ എനിക്ക് എങ്ങനെയാണോ മാറിയേക്കാൻ കഴിയാം. അതും ശരിയാ. വിഷ്ണുട്ടാ, സത്യയും പപ്പയും രണ്ടുപേരും പുറത്തുണ്ട്. അതിലൊരാൾ തന്നെ കാണണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചോണ്ടിരിക്കുക. സത്യമായിരിക്കും. അവൾക്ക് ഞാൻ വേണം. അപ്പൊ എനിക്ക് തന്നെ വേണ്ടേ? എനിക്കും വേണമെന്നുണ്ട്. തനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ?